നമ്മളിന്ന് മുതലാളിയെ വിളിക്കാൻ പോകും എയർപോർട്ടിലോട്ടെ. അപ്പം ഇവിടുന്ന് ഒരു 17 കിലോമീറ്റർ ഉണ്ട്. ഇപ്പം 10 മണിക്ക് എയർപോർട്ടിൽ എത്തുമെന്ന് പറഞ്ഞത്. കഫീലിനെ കുറച്ച് ദിവസം കൊണ്ട് കാണാനില്ലായിരുന്നു. കഫീലിൻ്റെ ഫാമിലി അവർ തായ്ലാൻഡിൽ പോയിരുന്നത്. ഇന്നിപ്പോൾ 10 മണിയാകുമ്പോൾ എയർപോർട്ടിൽ എത്തുമെന്ന് രാവിലെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ എയർപോർട്ടിലോട്ട് പോകുക. അപ്പോൾ ആ കുറച്ച് വീഡിയോകൾ ഞാൻ കാണിച്ചു തരാം എയർപോർട്ടിലോട്ട്, എൻ്റെ റൂമിൽ നിന്ന് എയർപോർട്ടിൽ പോകുന്ന ദൂരവും കാര്യങ്ങളൊക്കെ. നമ്മൾ ഇവിടുന്ന് റൂമിൽ നിന്ന് വണ്ടി എടുത്തു. റൂമിനടുത്ത് പാർക്കിംഗ്, ഇവിടെ ഇഷ്ടംമാതിരി പാർക്കിംഗ് ഉണ്ട്, എല്ലാം പാർക്കിംഗ് ഉണ്ട്. നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് വെച്ച് പിടിക്കുന്ന അതിന് ATM കാർഡുണ്ട്. അഥവാ എയർപോർട്ടിൽ മറ്റേ പാസ് അടയ്ക്കണമെങ്കിൽ പൈസ അതിൻ്റെ ആവശ്യമുണ്ടല്ലോ, പൈസ കൊടുക്കണം. രാത്രിയാകുമ്പോൾ ചെറിയ തണുപ്പുള്ള കാരണം ഈ വണ്ടിയിൽ ഈർപ്പം അടിക്കുന്നുണ്ട് നല്ല രീതിയിൽ. അതാണ് ഒന്നാമത്തെ കാര്യം. കാരണം എന്താ സംഭവിച്ചാൽ രാവിലെ ആകുമ്പോൾ വണ്ടി കയറി അങ്ങ് അഴുക്കാവുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ നമ്മൾ എയർപോർട്ട് ലക്ഷ്യം വെച്ചിട്ട് പോവുകയാണ്. ക്ലിയർ ആവുന്നില്ലെന്ന് തോന്നുന്നില്ലേ റോഡ്? അത് ഈ വെട്ടം അടിക്കുന്നത് കൊണ്ട് മണിക്ക് എയർപോർട്ടിൽ എത്താൻ പറഞ്ഞു. ഇവിടെ എയർപോർട്ടിന് ഫ്രീ പാർക്കിംഗ് ഇല്ല. സൗദിയിലെ റിയാദിലായിരുന്നപ്പം ഫ്രീ പാർക്കിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ ഫ്രീ ആയിട്ടൊന്നും അങ്ങനെ പാർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ എവിടെയെങ്കിലും സ്ഥലങ്ങളങ്ങനെ കണ്ടുപിടിച്ചിട്ട് അവിടെ അങ്ങനെ കൊണ്ടുവിടാനേ പറ്റും. അല്ലെങ്കിൽ ഒഴിഞ്ഞ ഭാഗത്ത് എവിടെയെങ്കിലും ഇടണം. ഒഴിഞ്ഞ ഭാഗമൊക്കെ കണ്ടെത്തണം. പിന്നെ രണ്ടെന്ന് വെച്ചാൽ റിയാദിലായിരുന്നു, ഇതിപ്പോൾ ബഹ്റൈനില്ല. റിയാദിലായിരുന്നപ്പം അവിടെ എത്ര 8 മണിക്കൂർ 6 മണിക്കൂറാണ്ട് ഫ്രീ പാർക്കിംഗ് ഉണ്ട്. അവിടെ തന്നെ നമുക്ക് സുഖമായിരുന്നു. കുറച്ച് നേരം അവിടെ എപ്പോഴും പാർക്കിംഗ് കിട്ടില്ല, എന്നാലും ഇടയ്ക്ക് മുറക്കൊക്കെ പാർക്കിംഗ് കിട്ടും. ഇനി ഇവിടുന്ന് ഒരു 22 മിനിറ്റിൻ്റെ ഓട്ടോ ഉണ്ട്. ഞാൻ 9:30 റൂമിൽ നിന്ന് ഇറങ്ങിയത്. കറക്റ്റ് 10 മണി അടുപ്പിച്ച് എത്തിയാൽ മതി. 5 മിനിറ്റ് നേരത്തെ എത്തിയാലും കുഴപ്പമില്ല, 5 മിനിറ്റ് താമസിച്ചാലും കുഴപ്പമില്ല. അത് കഴിയുമ്പോഴാണ് അവർ നമ്മളെ നിന്ന് വെയിറ്റ് ചെയ്ത് മുഷ് ചെയ്യുന്നത്. ചെയ്യുമ്പോഴത്തേക്ക് മലയാളിയുടെ തനി സ്വഭാവം വെളിയെടുക്കും. നമ്മൾ ഹൈവേയിലോട്ട് കയറുവാണ്. ഇനി എന്നെ പിടിച്ചാൽ കിട്ടൂല കേട്ടോ. ഈ റോഡ് 100 ഇനി എന്നെ പിടിച്ചാൽ കിട്ടൂല. ഇതാണ് തുബ്ലി പാലം. തുബ്ലി വഴിയും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. പിന്നെ എളുപ്പത്തിന് വേണ്ടി ഗൂഗിൾ മാപ്പ് ഇട്ട് എപ്പോഴും പോകുന്നത്. കാരണം ഒരു 5 മിനിറ്റ് ലേറ്റായ പിന്നെ അതൊരു പ്രശ്നമാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിയോട് ഒരു കൂറ് കാണിക്കണമല്ലോ. പരമാവധി ഞാൻ എവിടെ പോയാലും ലൊക്കേഷൻ ഇട്ടേ പോകത്തുള്ളൂ. അതിപ്പോൾ അറിയാവുന്ന റോഡാണെങ്കിൽ പോലും ഞാൻ ലൊക്കേഷൻ ഇടാത്ത. കാരണം വെച്ചാൽ ചിലപ്പം ഈ ട്രാഫിക് ഇവിടെ കൂടുതലാണ്. ബഹ്റൈനിൽ ചില സ്ഥലങ്ങളിൽ, അതായത് ചില ഭാഗങ്ങളിൽ നല്ല ട്രാഫിക് കൂടുതലാണ്. അപ്പം പെട്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഗൂഗിൾ മാപ്പ് ഓണാക്കി നോക്കും ഏത് റോഡാണ് ഓപ്പണായിട്ട് കിടപ്പുള്ളത്. അതിനനുസരിച്ചാണ് പോകുന്നത്. ചില സമയത്ത് ആ കാണിക്കുന്ന റോഡും പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. നല്ലൊരു 80% വിശ്വസിക്കുക. നല്ല തിരക്കുണ്ട് അത്യാവശ്യം. അത് പാലത്തിൻ്റെ അടിയിൽ ഇവിടെ പോകണം. അതായത് സിത്രയുടെ പാലത്തിൻ്റെ അടിയിൽ കൂടെ സ്ഥലത്തോട്ട് പോയ സിത്രയും നേരെ പോയ എയർപോർട്ട് റോഡ്, ജിദ്ദ് റോഡ്, അങ്ങനെയൊക്കെ. കുറച്ച് റോഡിൻ്റെ പേരങ്ങളെ അറിയത്തുള്ളൂ, മൊത്തമൊന്നും അറിയത്തൊന്നുമില്ല ഇവിടെ. കാരണം ഞാൻ വന്നിട്ട് 2-2.5 മാസമായതല്ലോ ഇവിടെ ബഹ്റൈനിൽ വന്നിട്ട്. 2 മാസം കൊണ്ട് ഒരുവിധം റോഡും കാര്യങ്ങളൊക്കെ പഠിച്ചു. പക്ഷേ പേരൊന്നും അറിഞ്ഞൂടാ. ഇപ്പോഴും എവിടെ പോകണമെന്ന് പറഞ്ഞാൽ അവിടെ പോകും, അല്ലാതെ പേരൊന്നും അറിഞ്ഞൂടാ. ഇവിടെ ഇപ്പോൾ കൂടുതൽ ചൈനീസ് വണ്ടികളാണ് വന്നിരിക്കുന്നത്. ഇഷ്ടംമാതിരി ചൈനീസ് വണ്ടികളുണ്ട്. ഇതിന് മുന്നേ ടൊയോട്ട ഉണ്ടായിരുന്നു ഇവിടെ കൂടുതലുള്ളത് ഗൾഫ് കൺട്രിയിൽ. ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ള ചൈനീസ് വണ്ടികളാണ്. പല പല പേരിൽ അറിയപ്പെടുന്നവരൊക്കെ. പക്ഷെ ഡിസൈനൊക്കെ സൂപ്പറാട്ടോ, നല്ല രസമാണ് കാണാൻ വണ്ടികളൊക്കെ. ചൈനീസ് ആണെങ്കിൽ പോലും നല്ല രസമെന്ന് വെച്ചാൽ അത്യാവശ്യം വലിയ ബ്രാൻഡിനെയൊക്കെ തോപ്പിക്കുന്ന ഡിസൈൻ അവർ ചെയ്യുന്നത്. നമുക്ക് ഇവിടുന്ന് പാലത്തിൻ്റെ മുകളിൽ കയറണം. മുകളിൽ കയറിയിട്ട് ചുഫേർ റോഡ് പിടിക്കണം. ചുഫേർ
രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. ഇത് കാണുമ്പോൾ ചില ആൾക്കാർക്കൊന്ന് തട്ടണോ മുട്ടണോ എന്നൊക്കെ തോന്നും. കാരണം പൈസയൊക്കെ മേടിക്കാൻ വേണ്ടി ഒരു തവണ വണ്ടി ഒന്ന് വരച്ചായിരുന്നു. ഒരു ഉള വരച്ചിട്ട് അതിനടുത്ത് 10 വീടി, അതായത് 100 രൂപയല്ലേ സൗദിയില. നാട്ടിലാണ് 2500 രൂപ അടുപ്പിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുക്കില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഇൻഷുറൻസ് എടുത്ത് വന്ന വണ്ടിയാണ്, ഫുൾ കവർ ഇൻഷുറൻസ്. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ പോലീസ് പോകണമെന്നൊക്കെ പറഞ്ഞു. അവസാനം അത് ഒത്തിരിപ്പായി പോയി. അവൻ കൊണ്ടുവന്ന് ഇടിച്ചിട്ട് നമ്മളെ പൈസ മേടിക്കാൻ നിൽക്കുന്നത്. അതാണ് അവസ്ഥ. പിന്നെ വേറെ കാര്യമുണ്ട്, സൗദിയിൽ നിന്ന് വരുന്ന വണ്ടികൾ അത്യാവശ്യം വേഗതയിൽ ഇവിടെ വണ്ടി ഓടിക്കുന്നത്. ഇവിടെ 100 ആണെങ്കിൽ അമ്മാർ 120 പൊത്തുള്ളൂ. അതുകൊണ്ടാണ് മറ്റൊരാൾ വന്നാൽ ഇത് നമുക്കും പ്രശ്നമാവുന്നത്. ഈ കല്ല് കിടന്ന തലയ്ക്ക് ഭ്രാന്താണ്. എന്നൊരു ശബ്ദമോ ജുഫേർ റോഡാണ് ഇവിടുന്ന് എയർപോർട്ട് റോഡ്. അങ്ങനെയൊക്കെ എനിക്ക് അറിയത്തുള്ളൂ കേട്ടോ പറഞ്ഞു തരാനായിട്ട്. എളുപ്പമുള്ള റോഡിൻ്റെ പേരൊക്കെ ഞാൻ പറയും. കാരണം ഇവിടെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇന്ന ഭാഗങ്ങളിൽ ജുഫേർ. ഇവിടെ അതിന് മുന്നേ താമസിച്ചത് ഈ ഭാഗത്ത്. ഇതൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. അതിൻ്റെ ബാക്കിലായിട്ട് റോയൽ ഫ്യൂണിക്സ് അങ്ങനെ അതിൻ്റെ പേര്, മറന്നു പേര്. അവിടെ ഞാൻ താമസിച്ചത് ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ അടുത്ത്. ആയത് എനിക്ക് റൂം കിട്ടിയത് അവിടെ ആയിരുന്നു. ഇപ്പം എനിക്ക് കിട്ടിയത് തുബ്ലിയില്ല. ബഹ്റൈൻ ബേ. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ഞാൻ ഈ 2-2.5 മാസം കൊണ്ട് അത്യാവശ്യം കറങ്ങി കണ്ട് ഈ രാജ്യം മൊത്തത്തോടെ. പക്ഷെ പേരൊന്നും ഇപ്പോഴും അറിഞ്ഞുകൂടാ. അത് നാട്ടിലെ പേരും എനിക്ക് വലുതായിട്ടൊന്നും അറിഞ്ഞൂടാ. കൊല്ലം അറിയാം, കൊല്ലം വിട്ടുള്ള പരിപാടിയൊന്നും നമുക്കറിയത്തില്ല. ആലപ്പുഴ അറിയാം, അതും ബൈക്കിൽ പോകാൻ ആലപ്പുഴ അറിയാം. അങ്ങോട്ട് പോയാൽ തീർന്നു. വഴിയൊക്കെ തിരി വേറെ പൊക്കളെ. ഇവിടെ എനിക്ക് അത്യാവശ്യം വഴികൾ അറിയാം. പിന്നെ സൗദിയിൽ ഒരു ഒട്ടുമിക്ക വഴികൾ എനിക്കറിയാം. കാരണം സൗദിയിൽ ഞാൻ 2011 വന്നതാണ്. അതുകൊണ്ട് എനിക്കൊരു ഒട്ടുമിക്ക വഴികളും ഇപ്പോഴും റോഡ് പണി കിടക്കുന്നുണ്ട്. പുതിയ പുതിയ റോഡുകൾ പണിത് തീരുന്നുണ്ട് അവിടെ. അപ്പോൾ അത് കാരണം ചില സമയത്തൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി പോകും. എന്നാലും തിരിച്ചെവിടെയെങ്കിലും എത്തും. ഇവിടെ അതൊക്കെ തന്നെ കേട്ടാ, എവിടെയെങ്കിലും എത്തും. കറങ്ങിയാൽ ഒരു കറക്കേ ഉള്ളു. അടുത്ത് കറങ്ങിയാൽ എൻ്റെ റൂമിൻ്റെ അടുത്ത് വിട്ടാൽ വന്നത് ഈ റോഡ്. അങ്ങനത്തെ റോഡുകളാണ്. ഒരു ഭാഗം കൊണ്ട് തീരും. നമ്മൾ ഈ രാജ്യത്തെ കുറ്റം പറഞ്ഞില്ല കേട്ടോ, ഇത്രയേ ഉള്ളൂ ഈ രാജ്യം. കൊച്ചു രാജ്യമാണ്, ചെറിയ രാജ്യമാണ്. പക്ഷെ നല്ല രസമായിട്ടോ ഇവിടെ താമസിക്കുന്നവർക്ക്. ഞാനിപ്പോൾ ഇവിടെ വന്ന് 2-2.5 മാസമായപ്പം എനിക്കിഷ്ടപ്പെട്ടു. പൊതുവെ അപ്പനാ കാര്യങ്ങളാണ്. സ്വന്തം കാര്യങ്ങൾ സിന്ദാബാദ്. അതാണ്. ആരെയും കാര്യത്തിൽ ഇടപെടാൻ വരില്ല. അതുകൊണ്ട് സമാധാനമുണ്ട്. പിന്നെ അത്യാവശ്യം ഈ സൗദി പോലെ തന്നെ ഇച്ചിരി റെന്റ് ഇച്ചിരി കൂടുതലാണ് ഞാൻ താമസിക്കുന്നത്. വേറെ ഭാഗത്തൊക്കെ റെന്റ് കുറവെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കറക്റ്റ് അറിയില്ല. അതല്ല ഇപ്പം റോഡിൽ മൊത്തം ക്യാമറ ഫിറ്റ് ചെയ്യാന്നുള്ള ഇത് വന്നിട്ടുണ്ട് ഇവിടെ. അതായത് 500ഓളം ക്യാമറകൾ ഫിറ്റ് ചെയ്യുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു ഇതൊക്കെ വെച്ച് തുടങ്ങി. മിക്കതും ആകാശത്തിരുന്ന് ഫ്ലാഷ് ചെയ്യുന്ന ടൈപ്പാണ്. അത് സീറ്റ് ബെൽറ്റ്, സിഗരറ്റ് വലിക്കുന്നത്, മൊബൈൽ ഉപയോഗിക്കുന്നത്, ഇതെല്ലാമാണ് നോക്കുന്നത് അവർ. ഞാൻ ഈ ചെയ്യും ഇല്ലെന്നല്ല. മൊബൈലൊക്കെ ചിലപ്പോൾ നമ്മളെ മുതലാളിച്ച് വിളിക്കുമ്പോൾ ഒന്ന് എടുക്കുമ്പോൾ ആ സമയത്തായിരിക്കും ക്യാമറ മുകളിൽ നിന്ന് ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഫൈൻ ഇതുവരെ വന്നിട്ടില്ല. കാരണം ഇവിടെ പരമാവധി ഞാൻ സൂക്ഷിച്ച് നോക്കും. അഥവാ എന്തെങ്കിലും കോളൊക്കെ വരുവാണെങ്കിൽ ഞാൻ ഇത്തിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യും. എടുക്കാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ. ഇതിപ്പോൾ പാലമാണ് കേട്ടോ. ഏത് പാലമാണെന്ന് എനിക്കറിയില്ല. ഇവിടുന്ന് വലത്തോടാണ് പോകേണ്ടത്. ഇവിടുന്ന് വലത്തോട്ട് പോകുമ്പോൾ കടപ്പുറമാണ്. അതായത് കടപ്പുറം എന്ന് ഉദ്ദേശിച്ച് അങ്ങനെയല്ല കേട്ടോ. ഒരു നല്ല രസമാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ടൊക്കെ. അതായത് എയർപോർട്ട് റോഡെന്ന് എനിക്കറിയത്തുള്ളൂ. അല്ലാതെ ഇവിടുത്തെ ബഹ്റൈൻ ബേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. മനാമ സെൻറ്റർ. അതായത് ഡിപ്ലോമാറ്റിക് ഏരിയ ഇവിടുന്ന് ഇലത്തോട്ടും ഞാൻ ബീച്ച് റോഡ് ഭാഗത്തോട്ടാണ് പോകുന്നത്. അതായത് എയർപോർട്ടിൻ്റെ ഭാഗത്തോട്ട്. ഇപ്പം നല്ല രസം. ഇവിടുന്ന് അങ്ങോട്ട് അമ്പരചുംബികളായ ബിൽഡിംഗ് ഒന്നും നോക്കണ്ട. അത് ഈ ഭാഗത്തില്ല, അത് അപ്പുറത്തെ ഭാഗത്ത് ഡിപ്ലോമാറ്റിക്കിൻ്റെ ആ റോഡ് ഭാഗത്തൊക്കെ. പിന്നെ ഇപ്പുറത്തോട്ടൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങോട്ടൊന്നും ഞാൻ വലുതായിട്ട് പോയിട്ടില്ല. പിന്നെ കൂടുതൽ യാത്ര ഞാൻ വവ്വാലിനെ കണക്കും മൂങ്ങയെ കണക്കും രാത്രിയിലാണ് കൂടുതൽ യാത്ര. പകലൊക്കെ കുറവാണ്. പകല് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുത്തേ ഉള്ളൂ. രാത്രിയിലാണ് ഞാൻ മൂങ്ങയെ പോലെ ഇങ്ങനെ കറങ്ങി കിടക്കുന്നത്. അതുകൊണ്ട് ചില വീഡിയോ ഒന്നും ഞാൻ ഇപ്പോൾ എടുക്കുന്ന മൊബൈലില്ല. അതുകൊണ്ട് അത്രയും ക്വാളിറ്റി ഒന്നും രാത്രി കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പരമാവധി വീഡിയോ രാത്രി എടുക്കാറുള്ളത്. നമുക്ക് 10 മണിക്കുള്ളിൽ എയർപോർട്ടിൽ എത്തിയാൽ മതി. ഇപ്പോൾ 9:55 കാണിക്കുന്നത് എത്തുമെന്നുള്ളത്. ഇതാണ് എലൈറ്റ് റിസോർട്ട് ആൻഡ് സ്പാ. അത് ആ ഭാഗത്താണ്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നതനുസരിച്ച് ആ ഒരു പോർഷനിലേ കാണാൻ പറ്റും. കടലാണ് ഇടതും വലതും. നമുക്ക് പാലത്തിൻ്റെ മുകളിലാണ് പോകേണ്ടത്. തിരിച്ചു വരുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. നമ്മളെ മുതലാളിയും ഫാമിലിയും വണ്ടിയിലുണ്ട്. ഇതിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എയർപോർട്ട് എത്താറാകുമ്പോൾ അവരെന്നെ എന്തായാലും കോൺടാക്ട് ചെയ്യും.
മെസ്സേജാണ് അവരുടെ. വോയിസ് ഇടും അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് അയക്കും, ഇത് രണ്ടുമേ ഉള്ളൂ. കോളൊക്കെ യാദൃശ്യമാണ്, ഞാൻ അങ്ങോട്ട് വിളിച്ചാലേ അവരെടുക്കും. അതാണ് അവസ്ഥ. അവർ കോളൊന്നും വിളിക്കുക, അവർ ഉള്ളി മെസ്സേജ് ടൈപ്പിംഗ്. രാകേഷ് പ്ലീസ് കം എയർപോർട്ട് 10 AM ഇങ്ങനെയൊക്കെ മെസ്സേജ് ഇടും. അവർ ഫ്ലുവൻ്റ് ആയിട്ടാണ് പറയുന്നത്, ഞാൻ ഇത്തിരി എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നത് കേട്ടോ. ഇത് 100 കിലോമീറ്റർ വേഗത. പക്ഷെ ഇവിടെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാ സിഗ്നലുണ്ട് ഈ റോഡിൽ. 100 എടുക്കാൻ ഗിയർ അങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് അടുത്ത സിഗ്നലിൽ വരും വണ്ടി. ഈ എയർപോർട്ട് ഇപ്പോൾ എത്താറായി. ഈ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ എയർപോർട്ട് എത്തുന്നതായിരിക്കും. നമ്മളെ മുതലാളിച്ച് വിളിച്ചിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും ഒളിച്ചു പോയി കിടക്കണം. കാരണം ഒളിച്ചു കിടക്കാൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു ഭാഗം സിഗ്നലാണ്, ഫസ്റ്റ് സിഗ്നൽ. അതായത് നമ്മളിപ്പോൾ എക്സിറ്റ് എടുത്തതെന്നുള്ള ഫസ്റ്റ് സിഗ്നലാണ്. അപ്പുറത്ത് കടാപ്പുറം സാധാ ഇതാണ്. അടുത്ത പ്രാവശ്യം ഞാൻ മുതലാളി എയർപോർട്ടിലാക്കിയിട്ട് മുതലാളിക്ക് റിയാദിൽ പോകുന്ന സമയത്ത് ഞാൻ എയർപോർട്ടിലേക്ക് തിരിച്ചു വരുന്ന വീഡിയോ എടുക്കാം. മുഹറം ബേസ് കാണാൻ പറ്റില്ല കേട്ടോ. ഞാനിത് പറയുന്നെങ്കിലും നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് എനിക്കൊരു തോന്നുന്നില്ല. കാരണം എന്നെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഈ വീഡിയോ ക്ലിക്ക് ആവുകയാണെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം മൊബൈൽ ഫ്രണ്ടിൽ ഹോൾഡ് ചെയ്യുന്ന സാധനം മേടിക്കാം. കാരണം ഞാനങ്ങനെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ച വ്യക്തിയല്ല. പിന്നെ എന്തായാലും ചുമ്മാ നിങ്ങളെ ബഹ്റൈനൊക്കെ കാണിക്കാം, ഇനി അങ്ങോട്ട് പോകുന്ന വീഡിയോകളും വരുന്ന വീഡിയോകളും എല്ലാം കാണിക്കാം നിങ്ങളെ. അങ്ങനെ വിചാരിച്ചെടുത്തത്. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്താ 100 വന്നാൽ അപ്പോൾ അടുത്ത സിഗ്നൽ. കുഴപ്പമില്ല, നമുക്ക് 10 മണിക്ക് എത്തിയാൽ മതി. ഇപ്പോഴും കാണിക്കുന്ന 9:55 ഞാൻ എയർപോർട്ടിൽ എത്തുമെന്ന. അതിൻ്റെ ആവശ്യമില്ല, നേരത്തെ എത്തിയ കഫീൽ എന്നെ പിടിക്കും. അപ്പം അതൊക്കെ സമയം കൊണ്ട് നമുക്ക് പോകാനും വരാനായിട്ട്. കാരണം നേരത്തെ എത്തി അവിടെ പാർക്കിംഗ് പൈസ അടയ്ക്കും. ഇതാകുമ്പോൾ ശല്യമില്ല, നമുക്ക് എവിടെയെല്ലാം ഒളിച്ചിടക്കാം. കറക്റ്റ് സമയമാണെങ്കിൽ ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് കറങ്ങിയാൽ കഫീലിനെ കാണാൻ കിട്ടും. ഒരു വിമാനം പൊങ്ങിപ്പോകുന്നു. ഏതാണെന്നറിയാൻ പറ്റും. കൂടുതൽ DHLന്റെ വണ്ടികൾ ഞാൻ കാണുന്നുണ്ട്, DHLന്റെ ഫ്ലൈറ്റ്, അതായത് കാർഗോ. ഓടിക്കുമ്പോൾ സുരക്ഷിതമായിട്ട് തന്നെ വണ്ടി ഓടിക്കണം. അതല്ല ലെഫ്റ്റൊക്കെ എടുക്കുമ്പോൾ ഇച്ചിരി നോക്കിയെടുക്കണം, കാരണം റോഡിന് വീതി കുറവാണ്. ഡൈവേർഷൻ കുറച്ച് സാധനം നമ്മൾ കഫീൽ ഏൽപ്പിച്ചതൊക്കെ കൊറിയർ വിടാൻ വേണ്ടി. എന്നിട്ട് ലൊക്കേഷൻ അയക്കാൻ പറഞ്ഞൊന്നും തന്നിട്ടില്ല. ഇപ്പോൾ വന്നിട്ട് പറയാമായിരിക്കും അയക്കേണ്ട ലൊക്കേഷൻ. അല്ലെങ്കിൽ വന്നിട്ട് നമ്മൾ ബഹളം വെക്കും. നീ എന്താ ചോദിക്കാതെ? ഞാൻ ഓൾറെഡി മെസ്സേജ് ഇട്ടിട്ടുണ്ട് മുതലാളി നോക്കി, പക്ഷെ തിരിച്ച് റിപ്ലൈ ഒന്നും തരത്തില്ല. ഇതാണ് റോഡ് കൂടി കിടക്കുന്ന ഭാഗത്ത്. വീതി കൂട്ടുവാണോ എന്താണെന്ന് എനിക്കറിയാം. ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയല്ല. നമ്മൾ എത്താറായി. നമുക്ക് അവിടുന്ന് വലത്തോട്ടാണ് പോകേണ്ടത്, പക്ഷെ നമ്മളിപ്പം പോകുന്നത് അവിടുന്ന് ഇടത്തോട്ട്. അതായത് എയർപോർട്ട് ഇതിപ്പോൾ സിഗ്നൽ, അടുത്തൊരു സിഗ്നലിൽ നിന്ന് വലത്തോട്ടാണ് പോകേണ്ടത്. നമ്മളിപ്പോൾ പോകുന്നത് ഇടത്തോട്ടായിരിക്കും. കാരണം അവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു പാർക്കിംഗ് കണ്ടെത്തിയായിരുന്നു. ഈ പ്രാവശ്യം അവിടെ ഉണ്ടോ എന്ന് അറിയത്തില്ല. അന്ന് ഞാൻ രാത്രി 12 മണിക്കായിരുന്നു വന്നത്. കാരണം 12:30 എയർപോർട്ടിൽ എത്തേണ്ടത്. പക്ഷെ ഞാൻ നേരത്തെ ഇറങ്ങിയായിരുന്നു. കാരണം രാത്രിയിലൊക്കെ എന്താണ് അവസ്ഥയെന്ന് അറിയത്തില്ല. ചില സമയത്ത് ഈ രാത്രി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് റോഡിൽ. അപ്പോൾ അത് കാരണം നേരത്തെ വന്നാൽ കുഴപ്പമില്ലല്ലോ.
കണ്ടുപിടിച്ച റോഡ് അവിടെ ഒരെണ്ണം ഉണ്ട്, അപ്പുറത്തൊരെണ്ണം. പക്ഷെ അവിടെ എപ്പോഴും മിലിറ്ററി വണ്ടികൾ വരും, പോലീസിൻ്റെ ഒക്കെ. ഇവിടെ ആകുമ്പോൾ കുഴപ്പമില്ല. ഇവിടെ ഇങ്ങനെ കോൾഡ് സ്റ്റോർ, സൗദിയിൽ ബക്കാല എന്ന് പറയും, ഇവിടെ കോൾഡ് സ്റ്റോർ. ആ കോൾഡ് സ്റ്റോറിൻ്റെ ഭാഗത്തൊക്കെ പോയി കിടക്കാം. അതാകുമ്പോൾ സുഖമാണ്, വിളിക്കുമ്പോൾ വന്നാൽ മതിയില്ല. അതാണ് എയർപോർട്ട്. നമ്മൾ എയർപോർട്ടിൽ നേരത്തെ എത്തി. ഇനിയിപ്പം വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിട്ട് ചോദിക്കണം ലാൻഡഡ് ആയത്. കണ്ട ഇതാണ് വഴി. ഇനി 10 മണിക്ക് ഫ്ലൈറ്റ് ഇറങ്ങിയാൽ എന്തായാലും പിന്നെ ഇത് എന്താണെന്ന് അവസ്ഥ തന്നെ അറിയത്തില്ല, എത്ര മണിക്ക് പുറത്തിറങ്ങുമെന്നേ. രാത്രി ഭയങ്കര രസമാട്ടോ ഇതിൽ പോകുമ്പോൾ കാണാം, ഈ ലൈറ്റൊക്കെ കത്തി. അതൊന്നും അറിയത്തില്ല, ലൈറ്റൊക്കെ രാത്രി. ഞാൻ വന്നോട്ട് എയർപോർട്ടിൻ്റെ ഭാഗത്തോട്ട് ലൈറ്റൊക്കെ വിടും രാത്രി. എന്തെങ്കിലും ആഘോഷമാണോ അങ്ങനത്തെ പരിപാടിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പകലിടത്തില്ലല്ലോ എന്തായാലും. രാത്രി ഇതോട് വരുവാണെങ്കിൽ ഞാൻ ഒരു ദിവസം വീഡിയോ എടുത്തിട്ട് വരാം. ഞാൻ പാർക്കിംഗ് തിരക്കി പോയപ്പോൾ പാർക്കിംഗ് കിട്ടിയില്ല. അതിന് മുന്നേ അവർ വിളിച്ചിട്ട് പറഞ്ഞ് ടെർമിനൽ 3 വരാൻ പറഞ്ഞു. ആകെ അങ്ങ് മൂഡ് ഔട്ടായിരുന്നു. പാർക്കിംഗ് പോലും കാണിച്ചു തരാൻ പറ്റില്ല നിങ്ങൾക്ക്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അടുത്ത തവണ വരുമ്പം നേരത്തെ ഇറങ്ങിയാൽ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ എടുക്കാം. പക്ഷേ വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് വ്യക്തത കാണൂല കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എന്നെയും ആ ചെറിയ ഭാഗങ്ങളെ കാണത്തുള്ളൂ റോഡിൻ്റെ. അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും മറ്റേ സ്റ്റാൻഡ് മേടിക്കാം. ഈ ക്യാമറ ഫിറ്റ് വെക്കാൻ പറ്റിയ സ്റ്റാൻഡോ അല്ലെങ്കിൽ മൊബൈൽ വെക്കാൻ പറ്റിയ സ്റ്റാൻഡൊക്കെ കാണും കടകളിൽ. അപ്പോൾ ഇവിടെ ഞാൻ വന്ന് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ ഓരോ ഷോപ്പിലൊക്കെ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ ചില ഷോപ്പിലില്ല. ഞാൻ 3-4 ഷോപ്പിൽ തിരക്കി. അപ്പോൾ ഒരു ഷോപ്പുകാരെ എടുത്തു തരാമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ട് ഇതാണ് എയർപോർട്ട്. ഉണ്ടോ അവിടെ എയർപോർട്ടിൻ്റെ ഭാഗങ്ങളതെല്ലാം. നമ്മൾ അങ്ങോട്ട് എന്താ ഒന്നാമത്തെ എനിക്ക് ഇവിടുത്തെ വലിയ കാര്യങ്ങളും വഴിയൊന്നും അറിഞ്ഞുകൂടാ പറഞ്ഞു തരാനായിട്ടെന്ന്. അതായത് ഇതൊക്കെ എയർപോർട്ടിൻ്റെ ഭാഗങ്ങളാണ്. ഇനി ഈ വളവ് അങ്ങോട്ട് തിരിഞ്ഞ് ഔട്ടടിച്ച് വരുമ്പോൾ മൊത്തം എയർപോർട്ടിൻ്റെ ആ ഏരിയ അതിർത്തിയാണ്. കണ്ട, ഇതാണ് നമ്മൾ പറഞ്ഞ ആ റോഡ്. യൂട്ട അടിച്ച് വന്നാലും ആ എയർപോർട്ടിൻ്റെ ഭാഗത്തോട്ട് തന്നെ പോകുന്നത്. അവിടെ നിന്ന് പിന്നെ നമുക്ക് വലത്തോട്ടാണ് പോകേണ്ടത്. ടെർമിനൽ 3 ആണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ എയർപോർട്ടിനകത്തോട്ടൊക്കെ കയറുമ്പോൾ എടുക്കണമെന്നുണ്ട് വീഡിയോ. പക്ഷേ എൻ്റെ ഫോൺ ഞാൻ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഇരിക്കില്ല, തെന്നത്തിൽ താഴെ പോകുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം മൊബൈൽ സ്റ്റാൻഡൊക്കെ മേടിച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുക്കാം. ഇതിപ്പോൾ ഞാൻ എയർപോർട്ടിൻ്റെ കറക്റ്റ് എൻ്റെ വലത്തോട്ട് പോകുന്നുണ്ട, അതായത് എയർപോർട്ടിൻ്റെ ഭാഗത്തോട്ട് അടുത്ത് അതിലേക്കൂടാണ് ഞാൻ പറഞ്ഞത് DHLൻ്റെ ഒക്കെ ഫ്ലൈറ്റ് പോകുന്നത് കാണാം. മിക്ക ഫ്ലൈറ്റും പൊങ്ങുന്നതൊക്കെ ആ ഭാഗം കണ്ട, വിമാനത്തിൻ്റെ വാലൊക്കെ കിടക്കുന്നുണ്ട് ആ ഭാഗത്തോട്ടാണ്. പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ ഫസ്റ്റാണ് ടാക്സി കിടക്കുന്നത് ബേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് രണ്ടാമത് അറൈവൽ, മൂന്നാമത് അങ്ങ് അറ്റത്താണ് ഡിപ്പാർച്ചർ കൊടുത്തിരിക്കുന്നത്. ആ ഭാഗത്തോട്ടാണ് നമുക്ക് ഉന്നം വെക്കേണ്ടത്, അതായത് രണ്ടാമത്തെ ഭാഗത്തോട്ട്. അപ്പോൾ കഫീലും എല്ലാം വന്നിട്ടുണ്ട്. കഫീൽ വിളിക്കത്തൊന്നുമില്ല കേട്ടോ, നമ്മളെ മുതലാളി വിളിക്കത്തൊന്നുമില്ല, മാഡമാണ് വിളിക്കുന്നത് തന്നെ. അവരെന്നെ വിളിച്ചിട്ട് പറയും വന്നിട്ടുണ്ട്, പെട്ടെന്ന് വന്ന് വാരിക്കൂരി വണ്ടി കയറ്റാൻ പറയില്ല. അത് തന്നെ ജോലി. ഞാൻ അവരുടെ അടിമക്കണ്ണാണ്, അടിമക്കണ്ണ്. എന്നാലും നിങ്ങൾ ഞങ്ങളെ വീഡിയോയൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതാണ് തൂണ് കണ്ട, നമ്മൾ വീഡിയോയൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പോരായ്മകളേ ഉള്ളൂ, അതെനിക്കറിയാം. എന്നാലും നിങ്ങളൊക്കെ ചെയ്യുന്നതനുസരിച്ചുള്ള ഒരു ഇത് കിട്ടുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷമാണ്. എന്തായാലും പരമാവധി നിങ്ങൾ ശ്രമിക്കുക ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാനൊക്കെ കേട്ടെ. അതുകൊണ്ട് എയർപോർട്ടിലെത്തി. മൊത്തം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം അകത്തോട്ട് കയറുമ്പം നമ്മളെ കഫീൽ ഏത് ഭാഗത്താണ് നിൽക്കുന്നത് അറിയത്തില്ലല്ലോ, വെളിയിലോട്ടാണോ ഇനി അകത്തോട്ടാണോ. അവൻ കണ്ടിട്ട് ഇനി അത് മതി, എങ്ങനെ വേണമെങ്കിലും ശമ്പളം കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് നടക്കുന്ന ടീമുകളത്. ഞാൻ മറ്റേ ക്യാമറ ഉപയോഗിച്ചെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേണ്ട. എന്തായാലും നമ്മൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. അതൊരു ബൈ, ഗുഡ് നൈറ്റ്.